വായന ഈ റീഡിങ്ങിലേക്ക് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. വായന മരിക്കുന്നില്ല, വായന മാറുകയാണ്, മാറ്റത്തിന് വിധേയമാണ്. അന്ന് ഗാന്ധി വന്നപ്പോൾ ഗാന്ധി അടുത്ത് വരുത്താൻ എലവന്തൂർ മനയിലെ നമ്പിയാതിരി തയ്യാറായില്ല. അദ്ദേഹത്തിന് ഗാന്ധിക്ക് പ്രത്യേകമായൊരു പീഠം, ഒരു നിലത്തിൽ വിലീകരിച്ചു കൊടുത്ത ആളിരുന്നു. അദ്ദേഹം ഒരു പീഠത്തിലിരുന്നു കൊണ്ട് ഈ വൈഷ്ണവരാണ്, ജാതിയിൽ താണ, നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതാണ്. ലൈബ്രറി പ്രസ്ഥാനം എന്ന് പറയുന്നത്, ലൈബ്രറികൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ പ്രചോദന ശക്തിയാണ്. അക്ഷരം അഗ്നിയാണ്, അറിവാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ തിന്മകളെ കത്തിച്ച് കളയാനും ജൈവമായി നമ്മുടെ സാംസ്കാരിക പുരോഗതിയെ പ്രചോദനപ്പെടുത്തുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ ലൈബ്രറികൾ. അന്ന് കാലത്ത് പഞ്ചായത്തുകളിൽ ഒരു റേഡിയോ കൊടുക്കും എല്ലാ ലൈബ്രറിക്കും, എല്ലാ ലൈബ്രറികൾക്ക്. അപ്പോൾ ഇന്തോ പാക് യുദ്ധമുണ്ടായ അവസരത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ ഈ വായനശാലയുടെ അടുത്ത് വന്ന് നിൽക്കണം. അതാത് സമയത്ത് വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന പൊതുപ്രശ്നങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ 2 സർവേ നടത്തിയിരുന്നു ലൈബ്രറി. ആ സർവേയിലൊക്കെ അന്ന് കണ്ടെത്തിയ നിഗമനം, ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ വെച്ചിട്ട് 20-ാം തീയതി ചേർന്ന ലൈബ്രറി കൗൺസിലിൻ്റെ കൗൺസിൽ യോഗത്തിൽ വെച്ചും തലേന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെച്ചും ഒരു പുതിയൊരു സർവേ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 1989 89-ലോ മറ്റോ ഡൽഹിയിൽ നടന്ന ഒരു അന്തർദേശീയ ലൈബ്രറി സെമിനാറിൽ അന്ന് പറഞ്ഞ ഒരു കാര്യം, പ്രധാനപ്പെട്ട ലൈബ്രറിമാരൊക്കെ അടുത്ത നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ട് പേപ്പർലെസ് സൊസൈറ്റി ആയിരിക്കും, എല്ലാം ഡിജിറ്റലൈസ് ചെയ്യപ്പെടും, പുസ്തകങ്ങളും പത്രങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നായിരുന്നു അന്നത്തെ നിഗമനം. പക്ഷേ അതങ്ങനെയല്ല വന്നിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ സർവേ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ സജീവമായിട്ടുള്ളത് ജർമ്മനിയിലാണ്, കൊറിയ, ജർമ്മനി. അവിടെയൊക്കെ ഹോം ലൈബ്രറീസ് വളർന്നു വരുന്നു, ശക്തമായിട്ടുമുണ്ട്. അതുപോലെ കേരളത്തിലെ വായന മരിക്കുന്നു, പുസ്തകം മരിക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും ഓരോ വർഷവും ഇറങ്ങുന്ന പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ വിൽപ്പനയും വായനയും വർദ്ധിച്ചു വരുന്നതായി തോന്നുന്നുണ്ട്. അതേസമയം വായന ഈ റീഡിങ്ങിലേക്ക് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. വായന മരിക്കുന്നില്ല, വായന മാറുകയാണ്, മാറ്റത്തിന് വിധേയമാണ്. അതുണ്ടെങ്കിൽ പോലും പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ബേസിക്കായിട്ടുള്ള ചില ഘടകങ്ങൾ, ചിന്താശീലത്തെ, നമ്മളെ ഭാവനയെ ഉയർത്തുക, നമ്മളെ സുഖദുഃഖങ്ങളെ പങ്കിട്ടെടുക്കുക, അങ്ങനെ പരസ്പരം സംവാദം വരുമല്ലോ അക്ഷരങ്ങളും വായിക്കുന്ന ആളുമായിട്ട്. അത് മറ്റൊരു തരത്തിലും വരുന്നില്ല. ഒരു ടി വിയിൽ കാണുന്ന അവസരത്തിൽ, ഫോണിൽ കാണുന്ന അവസരത്തിൽ അത് നമുക്ക് സാധ്യമാവുന്നില്ല. അക്ഷരം മരിക്കുന്നില്ല, പുസ്തകം മരിക്കുന്നില്ല എന്നാണ് നമ്മുടെ വാദം. അപ്പം അന്ന് നടത്തിയൊരു സർവേയിൽ ഈ പറയുന്ന നിഗമനങ്ങളാണ് എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്, ഏറ്റവും കൂടുതൽ വായനശീലമുള്ള ഒരു ജില്ലയായെന്ന് കോഴിക്കോടാണ് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള സ്ഥലം. ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. ഒരു താലൂക്കിൽ തന്നെ 1000-ന് മേലെ ലൈബ്രറികൾ വരുന്ന അത്രയും ഇല്ല. ഇപ്പോൾ ഏകദേശം 10,000-ത്തിനടുത്ത് ലൈബ്രറികൾ കേരളത്തിലുണ്ട്. അത് 9,000-ന് മേൽ ലൈബ്രറികൾ ഗ്രാൻഡ് വാങ്ങുന്ന ലൈബ്രറികളാണ്. ഇപ്പോൾ ഗ്രാൻഡ് വർദ്ധിച്ചു. നേരത്തെ 1 കോടി 2 കോടി മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ 112 കോടി രൂപയുടെ ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചത്. ലൈബ്രറിമാരുടെ ഫീസ് അന്ന് 75 രൂപയൊക്കെയാണ് മാസത്തേക്ക്. ഇപ്പോൾ 4,250 രൂപയായി. ലൈബ്രറിമാരുടെ അലവൻസൊക്കെ നമ്മൾ ഏകീകരിച്ചു. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിലും ഗവൺമെൻറ് 1000 രൂപ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 5,250 രൂപ ഗ്രാൻഡ് ലൈബ്രറിന് അലവൻസായി മാറും. പുസ്തകം വാങ്ങാനുള്ള ഗ്രാൻഡും വർദ്ധിച്ച് വരുന്നുണ്ട്. എല്ലാ ഗ്രാൻഡ് കൊടുക്കുന്ന സന്ദർഭത്തിലും 14 ജില്ലകളിലും ലൈബ്രറിയുടെ പുസ്തകോത്സവങ്ങൾ നടത്താറുണ്ട്.
ആ പുസ്തകോത്സവത്തിൽ ഏകദേശം ഒരു 10-100 കോടിയോളം ഉറുപ്പികയുടെ മുഖവിലയുള്ള പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വായന കുറയുന്നു എന്ന് പറയുന്നത് ഒരു സൈഡിൽ നോക്കുകയാണ് കുറയുകയാണെങ്കിൽ മറു സൈഡിൽ വായന വർദ്ധിക്കുന്നുണ്ട്. ഈ ചില പ്രസിദ്ധീകരണങ്ങൾ പറയുന്നത് ശരിയല്ല, മംഗളം, മനോരമൊക്കെ വല്ലാതെ വായിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകൾ, തൊഴിലെടുക്കുന്ന ആളുകൾ, അവരൊക്കെ ഇതിനു വേണ്ടി ആഴ്ച ഇങ്ങനെ കാത്തിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അത് നമ്മൾ ജനകീയ വായനയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉള്ളടക്കത്തിൽ ചില കുഴപ്പങ്ങളുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഞങ്ങളിപ്പോൾ ലൈബ്രറി കൗൺസിൽ 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. വായന സാർവത്രികമാക്കുക, അതിനുവേണ്ടി വായനാ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് വായനാ വസന്തം എന്നൊരു പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വർഷം നടപ്പിലാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 3 ലക്ഷം വീടുകളിൽ ഒരു വർഷം പുസ്തകങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ്. ഒരു ലൈബ്രറി ABC ഗ്രേഡിൽ വരുന്ന ലൈബ്രറികൾ, ആ ലൈബ്രറികളിൽ ഞങ്ങൾ വനിതാ വയോജന പുസ്തക പദ്ധതിയുണ്ട്, വീടുകൾ പുസ്തകം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി. അതില്ലാത്ത എല്ലാ ലൈബ്രറികളിലും അങ്ങനെ ഒരു 3000 ലൈബ്രറികളുണ്ടാവും. ഈ ഗ്രേഡിൽ വരുന്ന 3000 ലൈബ്രറികൾ, ഒരു ലൈബ്രറി 100 വീടുകളിൽ പുസ്തകം എത്തിച്ചു കൊടുക്കുക. ലൈബ്രറിന് 1000 രൂപ എഡീഷണലായിട്ടുള്ള അലവൻസ് നൽകുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 ലക്ഷം വീടുകളിൽ ഈ പുസ്തകം എത്തും ഒരു മാസം. അങ്ങനെ ആദ്യത്തെ വർഷം 3 ലക്ഷവും, പിന്നെ അങ്ങനെ 3 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ ലൈബ്രറികളിലും ഈ പദ്ധതി നടപ്പാക്കപ്പെടുകയും അങ്ങനെ 10 ലക്ഷം വീടുകളിൽ പുസ്തകമെത്തിച്ച് വായനയുമായി അവരെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പദ്ധതി. മറ്റൊന്ന് യുവാക്കളുടെ വിഭാഗം. ഇപ്പോൾ ഏറ്റവും അവസാനം ബാലവേദി, കുട്ടികളെ, അതുപോലെ വനിതാവേദി, യുവവേദി, കലാകായിക വേദി, അതിന് പുറമെ ഹാപ്പിനെസ് ഫോറം എന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധന്മാരുടെ അല്ലെങ്കിൽ മധ്യവയസ്ക് കഴിഞ്ഞ ആളുകൾക്ക് ലൈബ്രറിയിൽ വരാനും പകൽ സമയം ചെലവഴിക്കപ്പെടാനും അതൊരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന രൂപത്തിൽ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അവർക്ക് ഉച്ചനേരത്തെ ഭക്ഷണം കൊടുക്കുക, അതുപോലെ അവർ രാവിലെയും വൈകുന്നേരം ചായ കൊടുക്കുക. അങ്ങനെ അവരെ ലൈബ്രറിയിൽ തന്നെ അവർ വായന, അവരെ കലാ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കാനുള്ള, ഭാവന വളർത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റ് മുതൽ കുറച്ച് ലൈബ്രറികൾ തിരഞ്ഞെടുത്തിട്ട് എല്ലാ ലൈബ്രറികളും ഇതിലേക്ക് വികസിക്കണം. അങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്തമായ വിഭാഗത്തെ എല്ലാ ലൈബ്രറികളുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോവുക. പിന്നെ ഓരോ ലൈബ്രറികളും ഗ്രാമീണ അക്ഷയ കേന്ദ്രം പോലുള്ള വികസന കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നൊരു സേവന എന്ന് പറയുന്ന പദ്ധതി അന്ന് ഞാൻ ഫുൾ ടൈം മെമ്പറായ സമയത്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ എല്ലാം ഡിജിറ്റലൈസ് ഇപ്പോഴും ഓൺലൈനായിട്ടുള്ള അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലൈബ്രറിയിൽ വന്നാൽ അവരുടെ കോഴ്സിൻ്റെ അപേക്ഷ കൊടുക്കാനും പരീക്ഷയുടെ അപേക്ഷ കൊടുക്കാനും തൊഴിലിൻ്റെ അപേക്ഷ കൊടുക്കാനും കഴിയുന്ന രൂപത്തിൽ കമ്പ്യൂട്ടർവൽകൃതമായ ലൈബ്രറികൾ വരിക. അങ്ങനെ അച്ചടിച്ച മാധ്യമങ്ങളും പുസ്തകങ്ങളും വായനകളും വായിക്കുന്നതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ സഹായങ്ങൾ തേടുക എന്ന രൂപത്തിൽ ലൈബ്രറി വികസിപ്പിച്ചെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചുമതല. അങ്ങനെ വരുമ്പോൾ വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വരും. കഴിഞ്ഞ 2023 ഞങ്ങൾ ഈ മലബാർ കലാപത്തിൻ്റെ 100ാം വാർഷികം, മലബാർ കലാപത്തെപ്പറ്റി അത് മാപ്പിള ലഹളയാണ്, ഹിന്ദു മുസ്ലിം വർഗീയ സംഘർഷങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. പോലും അടിസ്ഥാനപരമായ മറ്റൊരു ഘടകങ്ങൾ ഒരു കാർഷിക കലാപമായി ആരംഭിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട് പോയതാണ്. അത് ഞങ്ങൾ 100 ലൈബ്രറികൾ 100 പരിപാടി നടത്താൻ തീരുമാനിച്ചെങ്കിൽ പോലും ആയിരക്കണക്കിന് ലൈബ്രറിയിൽ പരിപാടി നടന്നു. അതൊരു അവയർനെസ്സായി. പിന്നെ ഞങ്ങൾ അന്ന് എലവന്തൂരിൽ ഒരു സ്ത്രീയെ കൊണ്ടുപോയി, ലോട്ടറി വെക്കുന്ന പെണ്ണിനെ കൊണ്ടുപോയി ഇങ്ങനെ കുത്തി നുറുക്കി അതിന് രക്തം തളിച്ച ഒരു സംഭവം ഉണ്ടായില്ല പത്തനംതിട്ട എലവന്തൂരിൽ. അപ്പോൾ അത് നമ്മൾ പുനരുദ്ധാനത്തിലേക്ക്, അത് നവോത്ഥാനത്തിൻ്റെ എതിർദിശയാണത്. അപ്പോൾ അതിനെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വഴി ഞങ്ങൾ ജനജാഗ്രതാ യാത്ര നടത്തിയിരുന്നു. എല്ലാ ലൈബ്രറികളുമായി ബന്ധപ്പെടുത്തി പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിലും അതിനെ കോർത്തിണക്കിക്കൊണ്ട് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ 2 ജാഥകൾ. അന്ന് കണ്ണൂർ ഭാഗത്തുള്ള ജാഥ പ്രസിഡന്റ് കുഞ്ഞേഷ് മാഷും, അതുപോലെ തെക്ക് ഭാഗത്തുള്ളത് VK മധു സെക്രട്ടറി, ഇദ്ദേഹം പ്രസിഡന്റ്. 2 ജാഥകൾ തൃശ്ശൂർ സംഗമിക്കുന്ന രൂപത്തിൽ പ്ലാൻ ചെയ്ത് നടത്തിയിരുന്നു. അത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 24-25 ഞങ്ങൾ വൈക്കം സത്യാഗ്രഹം 100ാം വാർഷികം. വൈക്കം സത്യാഗ്രഹം ഒരു അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള മഹാവിക്ഷേത്രത്തിന് റോഡിലൂടെ നടക്കാനുള്ള അവകാശത്തിന് നടത്തിയ പോരാട്ടം. അന്ന് ഗാന്ധി വന്നപ്പോൾ ഗാന്ധി അടുത്ത് വരുത്താൻ എലവന്തൂർ മനയിലെ നമ്പിയാതിരി തയ്യാറായില്ല.
അദ്ദേഹത്തിന് ഗാന്ധിക്ക് പ്രത്യേകമായൊരു പീഠം ഒരു നിലത്തിൽ വിലീകരിച്ചു കൊടുത്ത ആളിരുന്നു. അദ്ദേഹം ഒരു പീഠത്തിലിരുന്നു കൊണ്ട് ഈ വൈഷ്ണവരാണ്, ജാതിയിൽ താണ നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതാണ്. അതിൻ്റെ ഈ ലൈബ്രറി പ്രസ്ഥാനം മാത്രമാണെന്ന് പറയുന്നില്ല, കേരളത്തിൽ നടന്ന നവോത്ഥാന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിയെ പ്രവേശനം നിഷേധിച്ച എലവന്തൂർ മന ഇന്നൊരു ചെത്തൂലാളിയുടെ ഓഫീസാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന് വലിയ പങ്ക് വഹിച്ചൊരു പ്രസ്ഥാനമാണ് ലൈബ്രറി പ്രസ്ഥാനം. അതാത് കാലത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളിപ്പം തന്നെ റിപ്പബ്ലിക്, നമ്മളെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, നമ്മളെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്നു. അപ്പോൾ ജനുവരി 26, 25, 26, 27 തീയതികളിൽ ഞങ്ങൾ ഒരു അക്ഷര കരോൾ എന്ന രൂപത്തിൽ നടത്താൻ തീരുമാനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിപ്പബ്ലിക് സദസ്സ് എന്ന് പറയുന്ന എല്ലാ ലൈബ്രറികളും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം, ജനാധിപത്യം, മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഞാൻ രാഷ്ട്രീയ രംഗത്തുണ്ട്, വിദ്യാർത്ഥി രംഗത്തുണ്ട്, യുവതി രംഗത്തുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് കുറച്ചും കൂടി ആവേശം നൽകിയിട്ടുള്ളതും അല്ലെങ്കിൽ സംതൃപ്തിയായി ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. കാരണം കടമ്പനിട്ട രാമകൃഷ്ണൻ മകൻ്റെ വിവാഹത്തിനന്ന് ലൈബ്രറി തിരുവനന്തപുരത്ത് നിന്ന് പോകണമില്ല. അപ്പം ONV കുറുപ്പ് ഉണ്ട്, മധുസൂദൻ നായരുണ്ട്, പെരുപ്പങ്കോട് മുരളിയും. നമുക്കൊന്നിച്ച് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ലൈബ്രറി കൗൺസിലിൻ്റെ ഗ്രന്ഥശാല കാറിലാണ് പോകുന്നത്. ഞങ്ങൾ കല്യാണത്തിന് പോയി മടങ്ങി വരുമ്പോൾ കൊല്ലം കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ ഒരു ചെറിയ ടൗണിൻ്റെ ഒരു സൈഡിൽ എത്തിയപ്പോൾ കാർ നിന്നുപോയി. അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് ഇറങ്ങി. ഞായറാഴ്ചയാണെന്ന്, വർക്ക്ഷോപ്പ് തുറക്കുകയില്ല. ഞാനിങ്ങനെ നിന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ ഓടി വന്നു. എന്നെയാണ് ആദ്യം, ONV കുറിപ്പുണ്ട്, അവർ ബന്ധപ്പെടുന്നത് ഞാൻ എത്രയോ താഴെയുള്ള, പക്ഷേ എന്നെയാണ് അയാൾക്ക് അറിയാവുന്നത്. നോക്കുമ്പോൾ ഒരു ലൈബ്രറി പ്രവർത്തകരാണ്. അപ്പോൾ എന്താ സാർ പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞത് ONV കുറിപ്പ്, ഞാൻ മധുസൂദൻ പറഞ്ഞു. അപ്പോൾ അയാൾ അന്നേരം തന്നെ സ്കൂട്ടറിൽ വന്നിട്ട് നിർത്തിയത്. സ്കൂട്ടറിൽ പോയി ഒരു വർക്ക്ഷോപ്പിലെ വീട്ടിൽ നിന്ന് ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന് റെഡിയാക്കി 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ തുടർന്നു. കേരളത്തിൽ എവിടെ പോയാലും അവിടെ ലൈബ്രറി പ്രവർത്തകരുണ്ട്. കാരണം വെച്ചാൽ അത് ഒരു വലിയ അനുഭവമാണ്. ഏത് സ്ഥലത്ത് പോയാൽ ഇപ്പോൾ ഗോവിന്ദ മാഷ ജാഥ ഉണ്ടായിരുന്നു, ഞാനതിൽ ഞങ്ങളുടെ പാർട്ടിയുടെ RJD പ്രതിനിധിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്ത് പോയാലും സ്വാഗതം പറയുന്ന ആൾക്കാർ, നന്ദി പറയുന്ന ആൾ, എല്ലാം വേറെ തരത്തിൽ എല്ലാം ലൈബ്രറി പ്രവർത്തകന്മാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. രാഷ്ട്രീയ രംഗത്തുണ്ട്, പൊതുരംഗത്തുണ്ട്, സാഹിത്യരംഗത്തുണ്ട്, സംസ്കാരം എല്ലാം ലൈബ്രറി പ്രവർത്തകന്മാർ നിറസാന്നിധ്യമാണ് കേരളത്തിൽ. അതിൻ്റെ ഭാഗമായി നിൽക്കാൻ സാധിച്ചു എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ലൈബ്രറി പ്രസ്ഥാനം എന്ന് പറയുന്നത്, ലൈബ്രറികൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ പ്രചോദന ശക്തിയാണ്. അക്ഷരം അഗ്നിയാണ്, അറിവാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ തിന്മകളെ കത്തിച്ച് കളയാനും ജൈവമായി നമ്മുടെ സാംസ്കാരിക പുരോഗതിയെ പ്രചോദനപ്പെടുത്തുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ ലൈബ്രറികൾ. ആദ്യഘട്ടത്തിൽ ലൈബ്രറികൾ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ, സാധാരണ പറയാറുണ്ട് പല ലൈബ്രറികൾ കല്ല് ചുമന്ന്, മണ്ണ് ചുമന്ന്, അങ്ങനെ ചെറിയ ചെറിയ കൂടാരങ്ങളായിരുന്നു. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ബഹുനില കെട്ടിടങ്ങൾ, കമ്പ്യൂട്ടറുകൾ, വൈദ്യുതി, എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയ സന്നാഹങ്ങളും സൗകര്യങ്ങളുമുള്ള സ്ഥാപനങ്ങളായി മാറിയിരിക്കുന്നു. നമ്മൾ സമൂഹത്തിൽ വെളിച്ചമെത്തിക്കുന്ന, അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് വെളിച്ചമെത്തിക്കുന്ന ഒരു പ്രകാശഗോപുരങ്ങളായി ഓരോ ലൈബ്രറികൾ മാറുകയാണ്. മുമ്പുണ്ടായിരുന്നത് ഒരു പ്രദേശത്തിൻ്റെ എല്ലാ ലൈബ്രറികളുടെയും ഒരു പ്രധാനപ്പെട്ട അധ്യാപകനായിരിക്കും. അധ്യാപകൻ അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന ആളായിരിക്കും. അപ്പോൾ നാടിലെ ജാതി മത പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, വിവാഹം, മറ്റെല്ലാത്തിൻ്റെയും ഒരു ആലോചനാ കേന്ദ്രമായി ലൈബ്രറികൾ മാറിയിരുന്നു. പക്ഷേ സമൂഹത്തിലെ മാറ്റം, കാരണം വേഗത കൂടിയ യാത്ര, ഇത് ഇനിയൊന്നും ആവശ്യമില്ലാതെ പണ്ട് നടന്നു പോകുമ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടവർ കാര്യങ്ങൾ അറിഞ്ഞല്ലേ പോകാൻ. ഇപ്പോൾ സ്കൂട്ടറിലോ ബൈക്കിലോ കാറിലോ, സ്കൂട്ടറിലും ബൈക്കിലോ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ ആളെ തന്നെ പരസ്പരം അറിയാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് പോകും. ആ വേഗതക്കനുസരിച്ച മാറ്റം ഇതിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഈ റീഡിങ്ങിന് ഉപയോഗിക്കപ്പെടുന്ന സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ലൈബ്രറികൾക്കും വന്നിട്ടുണ്ട്.
മുമ്പൊരു നൊസ്റ്റാൾജിയായിരുന്നു വായനശാലകൾ, ഒരു ഗൃഹാതുരത്വം. ഇപ്പോൾ അത് മാറി പുതിയ സമൂഹത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഏതൊരു കാര്യത്തെയും അറിയാൻ വേണ്ടിയുള്ള കൗതുകം അത് പുസ്തകത്തിലൂടെ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഓൺലൈനിലൂടെ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വിവരാന്വേഷണത്തിന് വേണ്ടി പുസ്തകങ്ങൾ തന്നെ നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് കാലത്ത് പഞ്ചായത്തുകളിൽ ഒരു റേഡിയോ കൊടുക്കും എല്ലാ ലൈബ്രറിക്കും, എല്ലാ ലൈബ്രറികൾക്ക്. അപ്പോൾ ഇന്തോ പാക് യുദ്ധമുണ്ടായ അവസരത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ ഈ വായനശാലൻ്റെ അടുത്ത് വന്ന് നിൽക്കണം. പക്ഷെ ഇന്ന് ഓരോരുത്തരുടെ ഫോണിലും ഓരോരുത്തരുടെ വീടിലും ഹോം തിയേറ്റർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ ലൈബ്രറികളെ അത്ര ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ലാത്ത രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്യും സമൂഹം. അപ്പം അന്നത്തെ സാഹചര്യം പുസ്തകങ്ങൾ മാത്രമേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതുതന്നെ പുസ്തകം വന്ന് അത് ജനങ്ങളിലേക്ക് എത്രയോ നൂറ്റാണ്ടുകൾ എടുത്തിരുന്നു. റേഡിയോ വന്നിട്ട് അത് ഒരു അര നൂറ്റാണ്ട് കഴിച്ച് സാർവത്രികമാവാൻ. പക്ഷേ ടി വി വന്നിട്ട് 10 വർഷം കൊണ്ട് സാർവത്രികമായി. ഫോൺ വന്നിട്ട് 2 വർഷം കൊണ്ട് സാർവത്രികമായി. അപ്പോൾ മുമ്പ് പുസ്തകങ്ങൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ അതില്ലാതെ തന്നെ പല നമുക്ക് വിവരങ്ങൾ അറിയാനും വിജ്ഞാനത്തെ രംഗത്തേക്ക് വരാനുള്ള സൗകര്യങ്ങളുള്ളത് കൊണ്ട് അന്നത്തെ വായനയും ഇന്നത്തെ വായനയും അന്നത്തെ 60-70 യാത്രയും 60-70 യാത്രയും ആ രൂപത്തിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. മുമ്പ് കാലത്ത് മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇപ്പോൾ അവരുടെ പഠനം, അവരുടെ തൊഴിൽ സാധ്യതകൾ, അതുപോലത്തെ സമൂഹത്തിൽ വരുന്ന പുതിയ AI അതുപോലുള്ള മേഖലകളിലേക്കുള്ള വായന ഇപ്പോൾ വർദ്ധിക്കുകയും മറ്റത് കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നേരത്തെ കാലത്ത് പുസ്തകങ്ങൾ വായിക്കാൻ വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഡിറ്റക്റ്റീവ് നോവലുകൾ, കുറേ ആളുകളുടെ പേരുണ്ടാവുമല്ലോ, മുട്ടത്ത് വർക്കി, അതുപോലെ ഹാസ്യ നോവലുകൾ, രസകരമായ പ്രണയമെന്ന വല്ലാത്ത കൗതുകം, അതിലേക്കായിരുന്നു കൂടുതൽ വായന. ഇപ്പോൾ അതല്ല, ഇപ്പോൾ കുറച്ചുകൂടി റഫറൻസ് മൂല്യങ്ങളിലേക്ക് കടക്കുകയും അതേസമയം മറ്റ് പുസ്തകങ്ങളൊക്കെ തീരുകയും ചെയ്തിട്ടുണ്ട്. അതായത് വായന ഇപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ ചില പുസ്തകങ്ങൾ യാത്രാവിവരണമാണെങ്കിൽ പോലും അത് കുറേ തീർന്നിട്ടുണ്ട്. അതുപോലെ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അത് ലക്ഷക്കണക്കിന് കോപ്പിയാണ് ഇപ്പോഴും ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആത്മകഥ, ജീവിതകഥ, അതുപോലെ പുതിയ ടെക്നോളജിയുടെ ഭാഗത്തേക്ക് IT മേഖല, അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ വായന കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട്. അതേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ കോൺഗ്രസ് ഓഫീസിൻ്റെ കൂടെയും ഓരോ ലൈബ്രറികൾ വേണം എന്ന്. ഇപ്പോൾ ഈ അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അയിത്തം, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതിൽ നിന്നുള്ള പുരോഗമനമാണല്ലോ നവോത്ഥാനം. അതിന് ഉപകരിക്കുന്ന ഏറ്റവും വലിയ കേന്ദ്രങ്ങൾ ലൈബ്രറികളാണ്. അന്ന് ഓരോ ലൈബ്രറിയിൽ ഹിന്ദി പഠനം കോൺഗ്രസിൻ്റെ ഒരു മുദ്രാവാക്യമായിരുന്നു. ഒന്ന് വായനശാല ഉണ്ടാക്കുക, ഹിന്ദി പഠനം നടത്തുക, അനാചാരങ്ങൾക്കെതിരായി ഫൈറ്റ് ചെയ്യുക. അതിന് പറ്റുന്ന ഏറ്റവും വലിയൊരു കേന്ദ്രം കോൺഗ്രസ് ഓഫീസുകൾ പോലെ തന്നെ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കേന്ദ്രം പോലെ തന്നെ ലൈബ്രറികളെ അതിന് ഉപയോഗപ്പെടുത്താം എന്ന യാഥാർത്ഥ്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈബ്രറികൾ വ്യാപകമായി ഉണ്ടായി തുടങ്ങിയത്. അത് കെ ദാമോദരൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മുൻകൈ എടുത്തില്ലായിരുന്നുവെങ്കിൽ മലബാർ വായനശാല സംഘം രൂപപ്പെടുമായിരുന്നില്ല. ഏതൊരു കാര്യത്തിലൊരാൾ ഇനീഷ്യേറ്റ് ചെയ്യണമല്ലോ, ഒരു വിപ്ലവത്തിനൊരു നായകൻ വേണമെന്ന് പറയുന്നത് പോലെ. അതുപോലെ മലബാറിലെ വായനശാല പ്രസ്ഥാനത്തെ ഒരു സംഘടിതമായ രൂപം നൽകാൻ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആൾ കെ ദാമോദരനാണ്. അതോടൊപ്പം തന്നെ കേളപ്പജിയുണ്ട്, അതുപോലെ മലബാറിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, അവർക്കെല്ലാം പങ്കുണ്ട്. പക്ഷേ അതിൻ്റെ ഇനീഷ്യേറ്റ് ചെയ്ത് മുൻകൈ എടുത്തത് ദാമോദരനാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്ഥലം പൊന്നാനിയാണ്. പൊന്നാനി എന്ന് പറയുന്നത് കേരളത്തിലെ സാഹിത്യ, സാംസ്കാരിക, നവോത്ഥാന പ്രസ്ഥാന എല്ലാ ആൾക്കാരുടെയും സ്ഥലമാണിത്. അപ്പോൾ തൻ്റെ സാഹചര്യങ്ങളും തൻ്റെ സഹപ്രവർത്തകന്മാരും തൻ്റെ പ്രദേശവും ലഭിച്ച ഊർജ്ജമായിരിക്കാം അദ്ദേഹത്തിന് പ്രചോദിപ്പിച്ചു. പക്ഷേ അദ്ദേഹം മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ ആ സമയത്ത് ലൈബ്രറി പ്രസ്ഥാനം കേരളത്തിൽ മലബാർ വായനശാല സംഘത്തിൻ്റെ സംഘടന രൂപം വരുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈബ്രറി കൗൺസിൽ ഒരു വായനാ പക്ഷാചരണം നടത്താറുണ്ട്. IV ദാസ് മുതൽ പി.എൻ. പണിക്കർ, IV ദാസ് വരെ.
അതിലിപ്പോൾ കെ ദാമോദരനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ്, ഏറ്റവും നല്ല ലൈബ്രറിയനുള്ള ഒരു പുരസ്കാരവും കൂടി നൽകാൻ വേണ്ടി ലൈബ്രറി കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ആരംഭവും അതിൻ്റെ പിതാമഹനുമായി ചരിത്രം, തിരുവിതാംകൂറിൻ്റെ എല്ലാ കാലത്തും തിരുവിതാംകൂർ കേരളത്തെ ഭരിക്കുക എന്ന സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അത് 1947 ലൈബ്രറികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അന്ന്. അത് ആ ലൈബ്രറികൾ തിരുക്കൊച്ചിയായി പിന്നെ മലബാർ വരുമ്പോഴാണ് കേരള ഗ്രന്ഥശാല സംഘമായി മാറുന്നത്. അപ്പം അതിൻ്റെ പ്രോമിനൻസാണ് കേരളം മുഴുവൻ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പി എൻ പണിക്കരെ പോലെയുള്ള ഒരാൾ ചേർത്ത് വെക്കാൻ അന്ന് മലബാറിൽ ധാരാളം ആൾക്കാരുണ്ട്, പക്ഷെ ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം തന്നെ ഈ കേരളം മുഴുവൻ നടന്ന് താനാണ് ലൈബ്രറി, ആ രൂപത്തിലുള്ള ഒരു സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1943 മുതൽ 45 അവർ യോഗം ചേരുന്നത്. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ മലബാർ ലൈബ്രറി ദുർബലമായിപ്പോയി സംഘടനാപരമായി, ഈ പൊളിറ്റിക്കൽ കാരണങ്ങൾ കൊണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ രൂപം കൊടുത്ത സംഗതി രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള അകൽച്ചയുടെ ഫലമായിട്ട് അങ്ങനെ ഇവിടെ ദുർബലമായിപ്പോയി. പിന്നീട് അതിൽ കൂട്ടിയോജിപ്പിക്കപ്പെടുന്ന മലബാർ 2056 വരുന്നതോടുകൂടിയാണ് അതിൻ്റെ ഭാഗമായി ഇതങ്ങോട്ട് ചേരുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. പക്ഷെ ഞങ്ങളൊക്കെ അത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫുൾ ടൈം മെമ്പറായിരുന്ന അവസരത്തിലാണ് മുരളി മാഷ് ഞങ്ങളും കൂടി അത് തിരുത്തി. മുരളി മാഷ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ അതിൽ അയാൾ അതിൻ്റെ ചരിത്രം കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ ആമുഖഗതി ഞാനാണ് അല്ല എന്നാൽ അവതാരിക്കാം. അത് സത്യസന്ധമായ വിലയിരുത്തലാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരും യഥാർത്ഥത്തിൽ അന്ന് 5 രൂപ അധ്യാപകനുണ്ടായതിപ്പോൾ ഇദ്ദേഹത്തിന് 50 രൂപ കൊടുത്ത് സ്ഥാപിച്ചിട്ട് ഇതിന് ഉപകരണമാക്കി മാറ്റുകയാണ് ചെയ്തത്. MS നമ്പൂതിരിപ്പാടിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് എവിടെയും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതേസമയം അദ്ദേഹം കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിരുന്ന അവസരത്തിലാണ് ഈ സർക്കുലർ വരുന്നത്, ഓരോ കോൺഗ്രസ് ഓഫീസിൻ്റെ കൂടെയും ഓരോ വായനശാല വേണം എന്നുള്ളത്. അന്നത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാളാണ് അയാൾ. കുടുംബം മുറിക്കുക, അതുപോലെ വിധവാ വിവാഹം, അതുപോലെ അത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രചോദനം നൽകിയ ഒരാളെന്ന് നിലനിൽക്കുക. ആ മൂവ്മെൻറ്റിൻ്റെ പ്രേരകശക്തിയായി പ്രവർത്തിച്ച ഒരാളാണ് MS. ഈ യോഗങ്ങളിലൊന്നും അദ്ദേഹം പങ്കെടുത്തതായി കൃത്യമായി കാണുന്നില്ല. അതേസമയം അദ്ദേഹം അതിൻ്റെ ഒരു നായകത്വം വഹിച്ച ആളാണെന്ന് പറയാം.